വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രമരഹിതമായോ അർദ്ധമനസ്സോടെയോ പ്രാർത്ഥിക്കരുത്. ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കാൻ പഠിക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പഠിക്കുക. ഏലിയാവ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നെങ്കിലും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. അത്തരം തീക്ഷ്ണവും ഉദ്ദേശപൂർണവുമായ പ്രാർത്ഥന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും വലിയ അനുഗ്രഹം കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നതിന് മുൻപ് ആദിമസഭയിലെ ശിഷ്യന്മാർ വളരെ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിച്ചു. അവരിൽ 120 പേർ ഏകമനസ്സോടെ ഒത്തുകൂടി നിരന്തരം പ്രാർത്ഥനയിലും സ്വയം സമർപ്പിച്ചു. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഉറക്കം നിഷേധിച്ചു, ഭക്ഷണം മാറ്റിവെച്ചു, വൃദ്ധസംസാരത്തിൽ നിന്ന് മാറി. അവരുടെ മുഴുവൻ ശ്രദ്ധയും മുകളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതിലായിരുന്നു. ആ സ്ഥിരോത്സാഹ പ്രാർത്ഥനയുടെ ഫലമായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരപ്പെട്ടു. ആ പ്രാർത്ഥന സഭയെ സ്ഫോടനാത്മകമായ വളർച്ചയിലേക്ക് തള്ളിവിട്ടു. ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും തുടർന്നു. പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും പാഴാകില്ല. ദൈവിക ശക്തി പുറത്തുവിടുന്ന സമയമാണിത്. ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ 3 ദിവസം ഉപവസിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അവനൊരു ദിവ്യ ദർശനം ലഭിച്ചു. അവൻ്റെ കാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. അവൻ്റെ ജീവിതത്തിനായുള്ള ദൈവഹിതം വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനെ നിറച്ചു. ക്രിസ്തീയ ചരിത്രത്തിലെ പ്രാർത്ഥനയുടെ ശക്തനായ മനുഷ്യനായിരുന്ന ചാൾസ് ഫിന്നി മറ്റൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഓരോ ദിവസത്തിൻ്റെയും ഭൂരിഭാഗവും പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ഒരു സന്ദർഭത്തിൽ ന്യൂയോർക്കിലേക്കുള്ള ഒരു ശുശ്രൂഷ യാത്രയ്ക്കിടെ അദ്ദേഹം മറ്റൊരു പ്രാർത്ഥനാ മനുഷ്യനെ കണ്ടുമുട്ടി. ഇരുവരും തമ്മിൽ ആഴത്തിലുള്ള ഒരു ആത്മീയ ഐക്യം രൂപപ്പെട്ടു. അവർ കൈകോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ നഗരത്തിലൂടെ ഒരു ശക്തമായ ഉണർവ് പടർന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും മഹത്തായ പരിവർത്തനം കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഒരു കുടുംബമായി ഒത്തുകൂടി പ്രാർത്ഥിക്കുക. സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുക. പ്രവാചകനായ യോവേലിന്റെ കാലത്ത് വലിയൊരു ആത്മീക ഉണർവിനായി അദ്ദേഹം ജനങ്ങളെ ഒരു ഗൗരവമേറിയ സമ്മേളനത്തിലേക്ക് വിളിച്ചുകൂട്ടി. സിയോനിൽ കാഹളമൂതുവീൻ, ഉപവാസം പ്രഖ്യാപിക്കുവീൻ, വിശുദ്ധ സമ്മേളനം വിളിക്കുവീൻ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുവീൻ, സഭയെ വിശുദ്ധീകരിക്കുവീൻ, മൂപ്പന്മാരെ വിളിച്ചു കൂട്ടുവീൻ, കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. ഇത് യോവേൽ 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഇന്നും കർത്താവ് തൻ്റെ ജനത്തെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ പോരാട്ടമോ സാഹചര്യമോ എന്തു തന്നെയായാലും ഒരു വഴിത്തിരിവ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു താക്കോൽ പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കൈ നീങ്ങുന്നു, വളഞ്ഞ പാതകളെ നേരെയാക്കുന്നു. അത്ഭുതങ്ങൾ തീർച്ചയായും സംഭവിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 4-ാം വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 97, 98, 99 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 16-ാം അധ്യായം. ആമേൻ.